ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രാജാക്കന്മാരുടെ പുസ്തകം ആമുഖം. സാമുവേലിന്റെ ജനനം മുതൽ ദാവീദ് രാജാവിന്റെ ഭരണകാലം ഉൾപ്പെടെയുള്ള കാലത്തെ ഇസ്രായേൽ ചരിത്രമാണ് 1 2 സാമുവേലിന്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഭരണമേൽക്കുന്നത് മുതൽ BC 587 ജെറുസലേം നശിക്കുന്നതുവരെയുള്ള ചരിത്രമാണ് 1 2 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ഉള്ളടക്കം. സോളമന്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനം ഐശ്വര്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞു. സോളമന്റെ ജ്ഞാനം എക്കാലത്തും പ്രകീർത്തിക്കപ്പെടുന്നു. രക്ഷകനെക്കുറിച്ച് ദാവീദിനോട് ചെയ്ത വാഗ്ദാനം, നിന്റെ സന്തതിയെ ഞാൻ ഉയർത്തും, ആദ്യമായി സോളമനിൽ നിറവേറി. ദാവീദ് പണിയാൻ ആഗ്രഹിച്ച ദേവാലയം സോളമൻ നിർമ്മിച്ചു. എന്നാൽ വിജാതീയ ഭാര്യമാർ അവസാന നാളുകളിൽ സോളമനെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിന് ധാരാളം എതിരാളികളുമുണ്ടായി. ഇസ്രായേൽ വിഭജനം. സോളമന്റെ മരണത്തിന് ശേഷം മകൻ റഹോബോവാമിന് എല്ലാ ഗോത്രങ്ങളെയും ഇണക്കിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല. 931 യൂദ, ഇസ്രായേൽ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി ദേശം വിഭജിക്കപ്പെട്ടു. യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങൾ ഒരു വശത്ത്, മറ്റ് 10 ഗോത്രങ്ങൾ മറുവശത്ത്. യൂദായുടെ തലസ്ഥാനം ജെറുസലേമും ഇസ്രായേലിന്റെ തലസ്ഥാനം സമരിയായുമായിരുന്നു. പരസ്പര വിദ്വേഷം അവരെ ദുർബലരാക്കി. ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച അവരെ ദൈവം പലപ്പോഴും ശിക്ഷിച്ചു. പക്ഷേ ഇരു ദേശങ്ങളുടെയും സ്വതന്ത്രമായ രാഷ്ട്രീയ നിലനിൽപ്പ് അവസാനിപ്പിക്കുന്നതുവരെ അവർ ദൈവത്തെങ്കിലേക്ക് പിന്തിരിഞ്ഞില്ല. BC 931 മുതൽ 721 വരെ 18 രാജാക്കന്മാർ ഇസ്രായേലിൽ ഭരണം നടത്തി. ഇസ്രായേലിലെ എല്ലാ രാജാക്കന്മാരും ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചവരാണ്. ആഹാബ് രാജാവിൻ്റെ കാലത്താണ് ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് ഏറ്റവും അധികം അകന്നുപോയത്. BC 721 ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു. യൂദായുടെ സ്ഥിതിയും വളരെ വ്യത്യസ്തമായിരുന്നില്ല. വിഗ്രഹാരാധന നിലനിർത്താൻ ഏതാനും രാജാക്കന്മാർ പരിശ്രമിച്ചു. അവരിൽ ജോസിയ രാജാവിൻ്റെ പരിഷ്കാരങ്ങൾ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു. എന്നാൽ ഭൂരിപക്ഷം രാജാക്കന്മാരും ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരാണ്. യൂദായിലും ഇസ്രായേലിലും ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ ശക്തമായി പ്രവർത്തിച്ചിരുന്നു. വിഗ്രഹാരാധനയിൽ നിന്നും വിജാതീയ രാജാക്കന്മാരുമായുള്ള കൂട്ടുകെട്ടിൽ നിന്നും രാജാവിനെയും ജനത്തെയും പിന്തിരിപ്പിക്കുന്നതിന് അവർ ശ്രമിച്ചു. ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി. ഏലിയ, ഏലീഷ, ആമോസ്, ഹോസിയ എന്നിവർ ഇസ്രായേലിലും ഏശയ്യ, ജെറമിയ എന്നിവർ യൂദായിലും ചെയ്ത കഠിന പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടായില്ല. 587 ജെറുസലേം നഗരവും ദേവാലയവും നശിപ്പിക്കപ്പെട്ടു. യഹൂദർ ബാബിലോണിൻ്റെ അടിമകളും പ്രവാസികളുമായി. യൂദാ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം അവസാനിച്ചു.